രാത്രി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ദൈവം 123 സങ്കീർത്തനമായി നിങ്ങളുമായി പങ്കുവെക്കാൻ കർത്താവ് സഹായിച്ചു. कल रात को जब मैं प्रार्थना कर रहा था तो 123वें भजन से परमेश्वर की आत्मा ने एक वचन मुझे आज के लिए दिया. ओके, 121वां भजन है. അതാണ് നമ്മൾ ഒരുമിച്ച് ഒന്ന് പങ്കുവെക്കാൻ പോകുന്നത്. आज हम सब लोग मिलकर उस वचन में से हम मनन करेंगे. ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന കർത്താവിന്റെ ദാസന്മാർക്ക് യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. आज दुनिया के विभिन्न भागों से इस प्रार्थना सभा में जुड़े हुए सभी परमेश्वर के दास दासियों को यीशु के नाम में मेरा प्रेम वंदना मैं कहता हूँ. നിങ്ങളുടെ സാന്നിധ്യം ഉറപ്പായിട്ടും അതൊരു അനുഗ്രഹമാണ്. और इस प्रार्थना में आपकी उपस्थिति जो है काफी आशीष का कारण है प्रियो. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകൾ, നിങ്ങളുടെ എല്ലാവിധമായ സപ്പോർട്ടുകളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. इसलिए आपके हर एक प्रार्थनाओं के लिए, हर एक सपोर्ट के लिए मैं परमेश्वर को धन्यवाद देता हूँ. ദൈവത്താൽ ആരംഭം കുറിച്ചതായതുകൊണ്ട് ഈ നിയോഗത്തിൽ ചേർന്ന് നിൽക്കുന്നവർ ഉറപ്പായിട്ടും അവർ അനുഗ്രഹിക്കപ്പെടും, ഉയർച്ച പ്രാപിക്കും. और ये सभा परमेश्वर की ओर से शुरू हुई है, इसलिए इस अगुवाई में, इस बेदारी की प्रार्थना में जितने लोग जुड़े हैं सब लोग आशीषित होंगे और बढ़ोतरी को पाएंगे. 121 സങ്കീർത്തനത്തിന്റെ അകത്ത് പരിപാലകൻ, ദൈവം പരിപാലകൻ എന്ന് പറയുന്ന ഒരു വെളിപ്പാടിലാണ് ആ സങ്കീർത്തനം കിടക്കുന്നത്. और 121वां भजन परमेश्वर हमारा रक्षक है, इस हालेलुया बात में ये भजन जो है आधारित है. ഒന്നാം വാക്യം തുടങ്ങിയാണ്, ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും. उसका पहला पद इस प्रकार कहता है कि मैं अपनी आंखें पर्वतों की ओर लगाऊंगा, मुझे सहायता कहां से मिलेगी. ഒന്നാമത്തെ വാക്യം തന്നെ തുടങ്ങുമ്പോൾ തന്നെ ഒരു ചോദ്യത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. और पहला पद शुरू होते ही परमेश्वर के दास एक सवाल के साथ उसको शुरू कर रहे हैं. മാത്രമല്ല ആ വ്യക്തിയുടെ ഉള്ളിലെ സംശയം കൂടെയാണ് അദ്ദേഹം അവിടെ ഉന്നയിക്കുന്നത്. देखो, केवल एक सवाल ही नहीं है मगर उसके हृदय का एक संदेह है जो वो वहां पर पूछ रहे हैं. എവിടെ നിന്ന് സഹായം ലഭിക്കും എന്നുള്ള സംശയം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. और उनके हृदय में इस प्रकार का संदेह था कि कहां से मुझे सहायता मिलेगी. എപ്പോഴും വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ സംശയങ്ങളുണ്ട്. बहुत बार व्यक्तिगत तौर से भी जब हम प्रार्थना करते हैं हमारे हृदय में भी ऐसे संदेह आ जाते हैं. എന്നെ കേൾക്കുന്ന കർത്താവിന്റെ മക്കളെ, आज मुझे सुनने वाले परमेश्वर के प्रियो, അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ ഉടനീളം നമ്മൾ വായിക്കുമ്പോൾ അറിയുന്നത് അദ്ദേഹത്തിന് സംശയമുണ്ട്. इनकी पूरी प्रार्थना को जब हम पढ़ते हैं तो हम देख सकते हैं कि उनके हृदय में एक संदेह था. എവിടെ നിന്നാണ് സഹായം ലഭിക്കുന്നത്? और वो संदेह ये है कि सहायता मुझे कहां से मिलेगी. പറയുന്നത്, എന്റെ കണ്ണ് ഞാൻ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. और वो वचन में लिखा है कि मैं अपनी आंखें पर्वतों की ओर लगाता हूँ. എനിക്ക് സഹായം എവിടെ നിന്ന് ലഭിക്കും? സംശയങ്ങളെല്ലാം അതിന്റെ അകത്ത് നിൽക്കുക. देखो, ये एक सवाल साथ ही साथ उनके हृदय का संदेह है जो यहाँ पर प्रकट हो रहा है. പലരും പ്രാർത്ഥിക്കുമ്പോൾ പലരുടെ ഉള്ളിൽ സംശയങ്ങൾ നിൽക്കുക. अनेक लोग जब प्रार्थना करते हैं, हालेलुया प्रार्थना करते समय भी उनके हृदय में संदेह है प्रियो. പറയുന്നു, വലിയ മഹാപാപത്തെക്കാൾ ദൈവം വെറുക്കുന്ന ഏറ്റവും വലിയ പാപമാകട്ടോ അവിശ്വാസം. देखो, महापाप से भी बढ़कर मैं आपसे कहना चाहता हूँ परमेश्वर जो नफरत करते हैं वो है अविश्वास या संदेह. ബൈബിൾ പറയുന്നു, സംശയിക്കുന്നവരെങ്ങും എത്തിയിട്ടില്ല. परमेश्वर का वचन कहता है कि जो लोग संदेह करते हैं वो अपने लक्ष्य स्थान में नहीं पहुंचे हैं, അവർ വഴികളിലെല്ലാം അസ്ഥിരരായി മാറിക്കൊണ്ടിരിക്കുക. क्योंकि वे लोग अपने मार्गों में अस्थिर हो जाते हैं. പക്ഷേ അദ്ദേഹം സംശയത്തോടെ പ്രാർത്ഥിക്കുന്നത്. यहाँ पर परमेश्वर के दास यहाँ पर संदेह के साथ प्रार्थना कर रहे हैं. പ്രാർത്ഥനയിൽ അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് അദ്ദേഹം സഹായത്തിനായി കണ്ണുകൾ ഉയർത്തുന്നത് പർവ്വതത്തിലേക്കാണ്. देखो, अपनी सहायता के लिए वो अपनी आंखों को पर्वतों की ओर उठा रहे हैं. അദ്ദേഹം ഇന്നലകളിൽ പല സഹായങ്ങൾ ലഭിക്കുന്നത് പർവ്വതത്തിന്റെ മുകളിൽ നിന്നാണ്. और कल तक उन्होंने अपने जीवन में यही सीख रखा है कि अनेक सहायता जो है वो पर्वत की ओर से आता है. ഇന്നലകളിൽ അവർ കേട്ടതും ഇന്നലകളിൽ പഠിച്ചതുമായ കാര്യങ്ങൾ ദൈവം വസിക്കുന്നത് പർവ്വതത്തിന്റെ മുകളിലാണെന്നൊരു ചിന്ത അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. क्योंकि कल तक जो उन्होंने सीखा है, जो उन्होंने सुना है, जो उन्होंने देखा है वो यही है कि परमेश्वर जो वास करते हैं वो पर्वतों के ऊपर वास करते हैं. അദ്ദേഹം താഴ്വരയിലേക്ക് നോക്കാതെ സമുദ്രത്തിലേക്ക് നോക്കാതെ പർവ്വതത്തിന്റെ മുകളിലേക്ക് നോക്കുന്നത്. इस वजह से यहाँ पे परमेश्वर के दास हालेलुया तराई की ओर नहीं देखते, समुद्र की ओर नहीं देखते, मगर वो पर्वतों की ओर देख रहे हैं. മഹാരാജ്യത്തെ നോക്കിയാൽ പല പള്ളികളും ഇരിക്കുന്നത് കുന്നിന്റെ മുകളിലാണ്. और भारत में भी आप देखते हैं बहुत सारे चर्च जो है, बहुत सारी जो चर्चेस जो बने हुए हैं वो पहाड़ों के ऊपर बना हुआ है. തീർത്ഥാടന കേന്ദ്രങ്ങൾ ഇരിക്കുന്നത് കുന്നിന്റെ മുകളിലാണ്, പർവ്വത മുകളിലാണ്. अनेक तीर्थ स्थान भी जो हम देखते हैं वो पर्वतों के ऊपर बसा हुआ है, बना हुआ है. അവരെല്ലാം വിശ്വസിച്ചത് പർവ്വതത്തിന്റെ മുകളിൽ, കുന്നിന്റെ മുകളിലാണ് ദൈവം വസിക്കുന്നത്. क्योंकि उस समय के लोग यही विश्वास करते थे कि परमेश्वर जो है वो पर्वत के ऊपर वास करते हैं. യേശു തന്നെ ശമരിയക്കാരത്തിയോട് പറയുന്നുണ്ട്, നീ ആ മലയിലുമല്ല ഈ മലയിലുമല്ല ദൈവത്തെ ആരാധിക്കേണ്ടത്. देखो, यीशु मसीह सामरी स्त्री से इस प्रकार कहते हुए हम देख सकते हैं, यीशु मसीह कहते हैं कि तुझे उस पर्वत पर भी नहीं, इस पर्वत पर भी नहीं जो परमेश्वर की आराधना करनी है.
ആൾക്കാർ ചിന്തിച്ചിരുന്നത് പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് സഹായം വരുന്നെന്നാണ്. क्योंकि लोग अपने मन में यही सोचकर बैठे हुए थे कि उनकी सहायता जो है वो पर्वतों की ओर से आती है। ഈ സങ്കീർത്തനം എഴുതിയത് ഒരു വ്യക്തിയാണ്. मगर ये यहाँ पर हम देखते हैं इस भजन को लिखने वाला एक व्यक्ति है, അദ്ദേഹത്തിന്റെ ഉള്ളിലെ സംശയം ഇതാണ്, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? और इस भजन को लिखने वाले हालेलुया उस व्यक्ति के हृदय के अंदर की संदेह है कि मेरी सहायता मुझे कहां से मिलेगी? പർവ്വതത്തിന്റെ മുകളിൽ നിന്നാണോ എന്റെ സഹായം വരുന്നത്? क्या मेरी सहायता पर्वत की ओर से आती है? ഇന്ന് മനുഷ്യന്റെ ചിന്തകളെ പൊട്ടിച്ചാണ് അടുത്ത ഉത്തരം ലഭിക്കുന്നത്. देखो आज मनुष्यों के सारे विचारों को, सारी चिंताओं को तोड़कर अगले पद में उसका उत्तर देख सकते हैं। പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് സഹായം വരുന്നത് പർവ്വതത്തിന്റെ മുകളിൽ നിന്നല്ല. प्रार्थना करने वाले लोगों के लिए सहायता जो है वो पर्वत के ऊपर से नहीं जो आता है। ദൈവമക്കളുടെ സഹായം വരുന്നത് സമുദ്രത്തിൽ നിന്നല്ല. प्रार्थना करने वाले परमेश्वर के लोगों की सहायता समुद्र में से नहीं आता है, ദൈവമക്കൾക്ക് സഹായം വരുന്നത് അല്ലിയ താഴ്വരയിൽ നിന്നല്ല. और प्रार्थना करने वाले लोगों की सहायता किसी तराई में से नहीं आता है। പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് സഹായം വരുന്ന ഉത്തരം 2-ാം അധ്യായത്തിൽ ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്നാണ് സഹായം വരുന്നത്. मगर प्रार्थना करने वाले परमेश्वर के लोगों की जीवन की सहायता और उनका उत्तर दूसरे पद में हम देख सकते हैं, वो आकाश और पृथ्वी को बनाने वाले परमेश्वर यहोवा की ओर से आता है। വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങളെ തട്ടി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. यस, विश्वास करने वाले परमेश्वर के लोगों ताली बजाकर उस परमेश्वर की महिमा करें। നമ്മുടെ സഹായം ഉയരങ്ങളിൽ നിന്നാണ്, പർവ്വതത്തിൽ നിന്നല്ല. നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്നാണ് വരുന്നത്. यस, हमारी सहायता किसी पर्वत से नहीं मगर आकाश और पृथ्वी को बनाने वाले परमेश्वर की ओर से ही आता है। അതുകൊണ്ട് ഈ അനുഗ്രഹിക്കപ്പെട്ട ഒക്ടോബർ മാസം ഈ സമയം ദൈവസഹായത്തിന് വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടോ? इसलिए इस अक्टूबर के महीने में आज के इस सुंदर समय में कोई ऐसा है जो परमेश्वर की सहायता के लिए प्रार्थना कर रहे हो? ദൈവമേ, എനിക്ക് അങ്ങയുടെ സഹായം വേണം. कोई प्रार्थना कर रहे हैं कि परमेश्वर मुझे आपकी सहायता चाहिए, എന്റെ കുടുംബത്തിന് അങ്ങയുടെ സഹായം വേണം. मेरे परिवार को परमेश्वर आपकी सहायता चाहिए। സഹായം എവിടെ നിന്ന് വരുമെന്നുള്ള സംശയത്തോടെ നീ പ്രാർത്ഥിക്കണ്ട. आप इस संदेह के साथ प्रार्थना ना करें कि सहायता कहां से मिलेगी, സഹായം വരുന്ന സ്ഥലം നമ്മുടെ ആത്മാവിൽ പറഞ്ഞു തരാം. मगर सहायता कहां से मिलेगी आत्मा में मैं आपको बताऊंगा। ആകാശത്തെ നിർമ്മിച്ച ദൈവത്തിൽ നിന്ന്, देखो आकाश को बनाने वाले परमेश्वर की ओर से, ഭൂമിയെ നിർമ്മിച്ച ദൈവത്തിൽ നിന്ന്, पृथ्वी को बनाने वाले परमेश्वर की ओर से, സകല ചരാചരങ്ങളെ നിർമ്മിച്ച ദൈവത്തിൽ നിന്നാണ് നമ്മുടെ സഹായം വരുന്നത്. सारे जीव जंतुओं को बनाने वाले परमेश्वर की ओर से हमारी सहायता आती है। प्रियो, പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1-ാം അധ്യായം 1-ാം വാക്യത്തെ കുറിച്ച്. और बहुत बार मैंने उत्पत्ति पहले अध्याय पहले पद के बारे में मैंने काफी विचार किया है, मनन किया है। എന്തുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്ന, ആദിയിൽ യഹോവ, ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു. और उत्पत्ति के पुस्तक पहले अध्याय के पहले पद में हालेलुया परमेश्वर ने ऐसे क्यों लिखा कि आदि में परमेश्वर ने आकाश और पृथ्वी की सृष्टि की? ശരിക്കും 1-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ തന്നെ നമ്മൾ ആമേൻ പറയണം. और सबसे पहला पद ही पढ़ते समय हमें आमेन बोलना है। നമ്മൾ ഒരു 3 ബെഡ്റൂം ഉള്ള ഒരു വീടിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. देखो आजकल हम 3 कमरे वाले हालेलुया एक मकान के लिए, घर के लिए प्रार्थना करते हैं। ദൈവമേ, ഒരു സഹായം തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. हम परमेश्वर से प्रार्थना कर रहे हैं कि परमेश्वर आपकी सहायता मुझे मिले। വചനം പരിശുദ്ധാത്മ പറയുന്നു, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം വായിച്ചിട്ട് നീ ആമേൻ പറയണം. मगर परमेश्वर की आत्मा कहती है कि उत्पत्ति का पुस्तक पहला अध्याय पहला पद पढ़ के तू आमीन बोल, കാര്യം ആകാശം നിർമ്മിച്ച ദൈവത്തിന് നിന്റെ വിഷയത്തിൽ ഇടപെടുന്നത് വലിയൊരു കാര്യമല്ല. क्योंकि आकाश को बनाने वाले परमेश्वर को तेरे छोटे से विषय में एक अद्भुत करना एक बड़ी बात नहीं है। ഇത്ര നീളവും വീതിയുമുള്ള ഒരു ഭൂമിയെ നിർമ്മിച്ച ദൈവത്തിന് നിന്റെ വിഷയം ഒരു വിഷയമല്ല. इतने लंबे चौड़े एक पृथ्वी को बनाने वाले परमेश्वर को तेरे विषयों का हल देना एक बड़ी बात नहीं है। ഒരു ജോലിക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്. तू एक छोटी सी नौकरी के लिए प्रार्थना करता होगा। ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം വായിച്ചിട്ട് ആമേൻ പറഞ്ഞോണം. पहला उत्पत्ति का पुस्तक पहला अध्याय पहला पद पढ़ के आमीन बोल देना। എന്തിനാ ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ തന്നെ ദൈവം ആദിയിൽ ആകാശം ഭൂമിയും സൃഷ്ടിച്ചെന്ന് എഴുതി വെച്ചു? क्योंकि परमेश्वर की आत्मा ने यहाँ पर उत्पत्ति के पुस्तक पहले अध्याय के पहले पद में ये क्यों लिखा कि आदि में परमेश्वर ने आकाश और पृथ्वी को बनाया? ആകാശം നിർമ്മിച്ച ദൈവത്തിന്, ഭൂമി നിർമ്മിച്ച ദൈവത്തിന് നിന്നെ സഹായിക്കുന്നത്, ദൈവത്തെ സംബന്ധിച്ചത് ഒരു ആനക്കാര്യമല്ല. देखो हालेलुया आकाश और पृथ्वी को बनाने वाले परमेश्वर को तेरे जीवन में तेरी सहायता करना ये कोई बड़ी बात नहीं है। ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുകയാണ്. परमेश्वर के लिए अद्भुत चमत्कारों को करने जा रहा है। നിനക്ക് എവിടെ നിന്നൊരു സഹായം ലഭിക്കുമെന്ന് പ്രാർത്ഥിച്ച് സംശയിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? और यदि कोई ऐसा मुझे सुन रहा है जो लोग इस संदेह में है कि मेरी सहायता मुझे कहां से मिलेगी, ഇന്ന് ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ഉൽപ്പത്തി പുസ്തകം എടുക്കണം. आज इस प्रार्थना सभा समाप्त होने के बाद आप उत्पत्ति का पुस्तक निकालिएगा, 1-ന്റെ 1-ാം വാക്യം എടുക്കണം. पहला अध्याय के पहले पद को पढ़िएगा ആ വാക്യത്തിൽ വിരൽ വെച്ച് പറയണം, और उस पद में अपने हाथ को रख के बोलना,
ആകാശത്തെ നിർമ്മിച്ച ദൈവം, ഭൂമിയെ സൃഷ്ടിച്ച ദൈവത്തിൽ നിന്ന് എനിക്ക് സഹായം ലഭിക്കാൻ പോകുകയാണ്. कि आकाश और पृथ्वी को बनाने वाले परमेश्वर की ओर से मेरी सहायता मुझे मिलने जा रही है. ഇത് സൃഷ്ടിച്ച ദൈവത്തിന് എന്റെ വിഷയം ഒരു വിഷയമല്ലെന്ന് പറയാൻ പറ്റുമോ? और इस प्रकार क्या आप बोल सकते हो कि आकाश पृथ्वी को बनाने वाला परमेश्वर मेरे जीवन का विषय उसके लिए छोटा है, बड़ा नहीं है. എന്റെ വീടിന്റെ വിഷയം ഒരു വിഷയമല്ല. मेरे परिवार का विषय कोई बड़ा विषय नहीं है. നിന്റെ വീടിന്റെ പണിയുടെ വിഷയം ദൈവത്തിന്റെ വിഷയമല്ല. आपके घर का काम जो चल रहा है वो एक बड़ा विषय नहीं है परमेश्वर के लिए. ജോലിയുടെ വിഷയം ദൈവത്തിന്റെ വിഷയമല്ല. आपकी नौकरी का जो विषय है परमेश्वर के लिए बड़ा विषय नहीं है. നിന്റെ തലമുറയുടെ വിഷയം ദൈവത്തിന്റെ വിഷയമല്ല. आपके संतानों का विषय जो है परमेश्वर के लिए बड़ी बात नहीं है. प्रियो, ലോക സൗഖ്യത്തിന് വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടോ? बीमारी की चंगाई के लिए क्या कोई प्रार्थना कर रहा है? ഉൽപ്പത്തി പുസ്തകം 2-7 വാക്യം എടുക്കണം. उत्पत्ति का पुस्तक 2 अध्याय उसके 7वें पद को अब वो लोग निकाले. ദൈവത്തിന്റെ കൈക്കകത്ത് നിർമ്മിക്കപ്പെട്ടതാ മനുഷ്യൻ. क्योंकि मनुष्य जो है परमेश्वर के हाथों के द्वारा बना गया है. ആ വാക്യത്തിൽ വിരൽ വെച്ചിട്ട് പറയണം, और उस पद पर हाथ रख के इस प्रकार बोलिएगा, ദൈവത്തിന്റെ കൈകൊണ്ട് അല്ലെങ്കിൽ നിർമ്മിക്കപ്പെട്ട മനുഷ്യനെ സൗഖ്യമാക്കുന്നത് അങ്ങേക്ക് വലിയൊരു കാര്യമല്ല. देखो परमेश्वर के हाथों से बने हुए मनुष्य को चंगा करना परमेश्वर आपके लिए बड़ी बात नहीं है. ദൈവം സൗഖ്യം നിന്റെ മേൽ അയക്കാൻ പോവുകയാണ്. परमेश्वर अपनी चंगाई को आपके ऊपर देने जा रहा है. അത്ഭുതം ആഗ്രഹിക്കുന്നവർ, जो लोग एक चमत्कार को देखना चाहते हैं, ഒരു വിടുതൽ ആഗ്രഹിക്കുന്നവർ, जो लोग एक छुटकारा चाहते हैं, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം എടുത്ത് നിങ്ങൾ വായിച്ചോണം. उत्पत्ति का पुस्तक 1 अध्याय आप पढ़िएगा. ഒരു രോഗസൗഖ്യം ആഗ്രഹിക്കുന്നവർ, जो लोग बीमारी की चंगाई को चाहते हैं, അല്ല ഉൽപ്പത്തി 2:7 വിരൽ വെച്ച് പ്രാർത്ഥിച്ചു, നിന്റെ ശരീരത്തെ നിർമ്മിച്ച ദൈവം നിന്നെ സൗഖ്യമാക്കാൻ പോവുകയാണ്. उत्पत्ति का पुस्तक 2 अध्याय के 7वें पद पर अपना हाथ रख के प्रार्थना करिएगा, क्योंकि मनुष्य को बनाने वाला परमेश्वर तेरे शरीर की बीमारियों को भी वो चंगा कर सकता है. സാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം നിങ്ങളെ തൊടട്ടെ. असंभव को संभव करने वाला परमेश्वर आपको छूने पाए. നിങ്ങളുടെ സഹായം വരുന്നത് പർവ്വതത്തിന്റെ മുകളിൽ നിന്നോ താഴ്വരയിൽ സമുദ്രത്തിന്റെ അകത്തുനിന്നൊന്നും അല്ല, മറിച്ച് ആകാശത്തെ ഭൂമി ഉണ്ടാക്കി യഹോവയിൽ നിന്നാണ് നിങ്ങളുടെ സഹായം വരുന്നത്. यस है प्रियो, हालेलुया. आपकी सहायता किसी पर्वत से या किसी तराई से, किसी समुद्र से नहीं, मगर आकाश और पृथ्वी को बनाने वाले परमेश्वर की ओर से ही आता है. വിശ്വാസത്തോടെ സ്തോത്രം ചെയ്യാൻ പറ്റുന്നവർ സ്തോത്രം ചെയ്യും. विश्वास के साथ जो लोग परमेश्वर की स्तुति कर सकते हैं वे लोग प्रभु की स्तुति करें. प्रियो, 4-ാമത്തെ വാക്യം വളരെ സുന്ദരമായിരിക്കുന്ന ഒരു വാക്യമാണ്. 4वां पद काफी सुंदर एक वचन है. ഇന്നത്തെ മെസ്സേജിന് നിങ്ങൾ ഒരു ഹെഡിങ് കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കട്ടെ, യഹോവ പരിപാലകനാണ്, ഇസ്രായേലിന്റെ ദൈവം പരിപാലകനാണ്. और अगर आज के संदेश का कोई हेडिंग आप देना चाहते हैं तो इस प्रकार दे सकते हैं, परमेश्वर रक्षक है, वो इस्राएल का रक्षक है. ഇസ്രായേലിന്റെ പരിപാലകനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. इस्राएल के रक्षक के बारे में वहां पर लिखा है. പ്രത്യേകിച്ച് ഞാൻ ഇന്നലെ രാത്രി വളരെ സന്തോഷിച്ചു. കാര്യം 2020 കൊറോണ വൈറസിന്റെ കാലത്ത് വളരെ സൂപ്പർ ആയിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 121-ാം സങ്കീർത്തനം. देखो, कल रात इस वचन को पढ़कर मैं काफी आनंदित हुआ, क्योंकि इस कोरोना वायरस के समय में सबसे ही आशीषित एक वचन है जो पढ़ सकते हैं, वो है 121वां भजन. കാര്യം ഓരോ വ്യക്തികളും സന്തോഷിക്കണം ആ വാക്യം വായിച്ച്. और इस वचन को पढ़ के हर एक लोग आनंदित हो जाए. കാര്യം ഇസ്രായേലിന്റെ പരിപാലകൻ, ആത്മീയ ഇസ്രായേൽ നമ്മുടെ പരിപാലകനും കൂടെയാണ്. देखो, इस्राएल का रक्षक मतलब हम आत्मिक इसराइली हम लोग हैं, इसका मतलब हमारा भी वो रक्षक है. ഇസ്രായേലിന്റെ പരിപാലകന്റെ പ്രത്യേകത, അദ്ദേഹം ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. इस्राएल के रक्षक की खूबी क्या है प्रियो? वो ना तो ऊँगता है और ना ही सोता है. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കാമോ? विश्वास करने वाले प्रभु की स्तुति करेंगे. കാര്യം അക്ഷരീയ ഇസ്രായേലിനെ കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. यहाँ पर इस दुनिया के इस्राएल के बारे में लिखा हुआ है. ഇന്ന് ഈ പ്രാർത്ഥനയിൽ ജോയിൻ ചെയ്തിരിക്കുന്നവർ ആരാന്നറിയാമോ? और आज इस प्रार्थना में जुड़े हुए लोग आप कौन हैं, क्या आप जानते हो? ആത്മിക ഇസ്രായേലാണ്. हम सब लोग वो आत्मिक इस्राएल है. प्रियो, വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. यस, विश्वास के साथ उस परमेश्वर की स्तुति करे. ആത്മിക ഇസ്രായേലായ നമുക്കൊരു പരിപാലകനുണ്ട്. देखो, हम जो आत्मिक इस्राएल है हमारे लिए एक रक्षक है. प्रियो, ആത്മിക ഇസ്രായേലായ നമുക്ക് ഒരു പരിപാലകനുണ്ട്. हम जो आत्मिक इस्राएल है हमारे लिए एक रक्षक है. प्रियो, നിങ്ങൾ എനിക്ക് കാണാൻ പറ്റുന്നില്ല, പക്ഷേ നിങ്ങൾ വിശ്വാസത്തോടെ ഒന്ന് തലയെ കൈവച്ച് പറയും, എനിക്കൊരു പരിപാലകനുണ്ട്. देखो, हालेलुया, आप अपने सर पर हाथ रख के इस प्रकार बोले कि मेरे लिए एक रक्षक है. വിശ്വാസത്തോടെ ഒന്ന് പറയാമോ? विश्वास के साथ क्या बोल सकते हो? എനിക്കൊരു പരിപാലകനുണ്ട്. मेरे लिए एक रक्षक है. എന്റെ കുടുംബത്തിന് ഒരു പരിപാലകനുണ്ട്. मेरे परिवार के लिए एक रक्षक है. ആ പരിപാലകന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? उस रक्षक की खूबी क्या है प्रियो? അദ്ദേഹം ഉറങ്ങത്തില്ല, മയങ്ങത്തില്ല. वो कभी भी ऊँगते नहीं है और ना ही वो सोते हैं. നിങ്ങൾക്കറിയാമല്ലോ, വാഹനം ഓടിക്കുന്ന ഒരാൾ ഉറങ്ങിപ്പോയാൽ ആ വാഹനത്തിന്റെ അവസ്ഥ എന്തായി തീരുമെന്ന് നിങ്ങളോട് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. और आप लोग जानते हैं कि अगर एक गाड़ी चलाने वाला व्यक्ति अगर सो जाए तो उस गाड़ी की क्या अवस्था होगी, आप लोग अच्छे से जानते हैं.
എവിടെയെങ്കിലും തട്ടി അത് തകർന്നു പോകും. देखो कहीं ना कहीं जाकर वो टक्कर मार के वो नाश हो जाएगी। നിങ്ങൾക്കറിയാമോ, ദൈവം ഒരിക്കൽ ഉറങ്ങിപ്പോയാൽ ഭൂമിയുടെ അവസ്ഥ എന്തായി മാറും? मगर आप भी इस प्रकार सोचिए, अगर परमेश्वर एक पल के लिए सो जाए तो इस पृथ्वी की अवस्था क्या होगी प्रियो? ഈ പ്രപഞ്ചത്തിന്റെ അവസ്ഥ എന്തായി മാറും? इस ब्रह्मांड की अवस्था क्या हो जाएगी? അതുകൊണ്ടാ പറയുന്നത്, നമ്മുടെ പരിപാലകൻ ഉറങ്ങത്തില്ല, അവൻ മയങ്ങത്തില്ല. इसलिए परमेश्वर का वचन कहता है कि हमारा रक्षक कभी ऊँगता नहीं है, वो कभी सोता नहीं है। അതുകൊണ്ട് ദൈവസഹായത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവമക്കളും ഇന്ന് വിശ്വസിക്കണം. इसलिए परमेश्वर की सहायता के लिए जो लोग प्रार्थना करते हैं, आज आप लोग विश्वास करें, ഉറങ്ങാത്ത മയങ്ങാത്ത ഒരു പരിപാലകൻ എനിക്കുണ്ട്. कभी ना सोने वाला कभी ना ऊँगने वाला एक रक्षक मेरे लिए मेरे साथ हमेशा रहता है। ഈ കൊറോണ വൈറസിന്റെ കാലത്ത് എന്നെയും എന്റെ കുടുംബത്തെ നന്നായി പരിപാലിക്കുന്ന ഒരു പരിപാലകൻ. इस कोरोना वायरस के समय में भी मुझे और मेरे परिवार को अच्छे से संभालने वाला, सुरक्षित रखने वाला एक रक्षक। വിശ്വാസത്തോടെ സ്തോത്രം ചെയ്താട്ടെ. विश्वास के साथ हालेलुया बोलेंगे प्रियो। എത്ര പേർക്കൊക്കെ ഹാലേലൂയ പറയാൻ പറ്റും? എത്ര പേർക്ക് സ്തോത്രം പറയാൻ പറ്റും? എത്ര പേർ ദൈവത്തെ ഈ നിമിഷം സ്തുതിക്കാൻ പറ്റും? कितने लोग हालेलुया बोल सकते हैं? कितने लोग परमेश्वर की स्तुति कर सकते हैं इस समय प्रियो? എന്റെ പരിപാലകന്റെ പ്രത്യേകതകൾ പറയണം. क्योंकि आपके रक्षक की खूबियां मैं बताना चाहता हूं। പരിപാലകൻ എങ്ങനെയൊക്കെ എന്നെ പരിപാലിക്കുന്നെന്ന ഒരു വാക്കിൽ ഞാൻ പറയാം. एक शब्द में मैं आपको बताऊंगा कि ये रक्षक हमारी किस प्रकार रखवाली करता है। നമ്മളെ എങ്ങനെയാണ് ഈ പരിപാലകൻ പരിപാലിക്കുന്നത്? ये रक्षक किस प्रकार हम सबों को संभालता है। നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കത്തില്ല. देखो वो तेरे पैर को फिसलने नहीं देता। അദ്ദേഹം ഉറങ്ങാതെ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. वो सोते नहीं है, वो हमेशा जागते हुए हमारे लिए ताकते रहते हैं। മയങ്ങാതെ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. वो कभी ऊँगते नहीं है, हमेशा हमारी ओर ध्यान लगाए रहते हैं। നമ്മുടെ കുടുംബത്തെ നോക്കിക്കൊണ്ടിരിക്കുന്നു. हमेशा हमारे परिवार को वो देखते रहते हैं। പരിപാലകൻ പറയുകയാണ്, वो रक्षक कहते हैं നിന്റെ കാൽ വഴുതുവാൻ ഞാൻ സമ്മതിക്കത്തില്ല. कि तेरे पैर को वो फिसलने नहीं दूंगा। യഹൂദന്മാർ യെരുശലേമിൽ വന്നപ്പോൾ അത് മുഴുവൻ പർവ്വതങ്ങളെ കൊണ്ട് ചുറ്റപ്പെട്ട ഒരു നഗരമായിരുന്നു. और यहूदी लोग जब यरूशलेम में आए थे तो वो देश जो है पूरा पर्वतों से घिरा हुआ था। അപ്പോൾ ഏത് സമയത്തും ആൾക്കാർ തെന്നി വീണുകൊണ്ടിരിക്കുന്ന ഒരു കാലം. और ऐसा समय है जब लोग हमेशा वहां पर फिसलते रहते थे, गिरते रहते थे। പക്ഷെ ഈ അവിടെ യഹൂദന്മാർ വന്നപ്പോൾ അവരൊരു കീർത്തനം പാടിയ ഒരു ഭാഗമാണ്, ഒരു പാട്ട് പാടി, ഞങ്ങളുടെ കാൽ വഴുതുവാൻ അവർ സമ്മതിക്കത്തില്ല. देखो हालेलुया, मगर वहां पर जब ये लोग आए थे, उन लोगों ने ये भजन गाया, उन्होंने बोला कि वो में हमारे पैरों को ठहरने ना देगा। ഒത്തിരി പേര് അവിടെ വന്ന് കാൽ വഴുതി വീണിട്ടുണ്ട്. वहां पर उस देश में आकर काफी लोग फिसल कर गिरे हैं। പക്ഷെ അവര് പറയാ, ഞങ്ങളുടെ കാൽ വഴുതുവാൻ ഞങ്ങളുടെ പരിപാലകൻ സമ്മതിക്കത്തില്ല. देखो मगर ये लोग परमेश्वर को देखते हुए इस प्रकार कहते हैं कि वो हमारे पांवों को ठहरने ना देगा। ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനയിൽ ജോയിൻ ചെയ്തിരിക്കുന്നവരെ, इस आशीषित प्रार्थना सभा में जुड़े हुए लोगों, നിങ്ങളുടെ പരിപാലകനെ കുറിച്ച് ഞാനൊന്ന് പറയട്ടെ. आपके रक्षक के बारे में मैं आपको बताना चाहता हूं। എങ്ങനെയൊക്കെയാ നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെ ഒന്ന് പരിപാലിക്കുന്നത്? वो आपको और आपके परिवार को किस किस प्रकार से रक्षा आपके परिवार की करता है। നിങ്ങളുടെ കാൽ വഴുതുവാൻ സമ്മതിക്കാത്ത ഒരു പരിപാലകൻ. देखो ऐसा रक्षक जो आपके पांवों को ठहरने ना देगा। നിങ്ങൾ വീണ് തകർന്നു പോകുക, അത് നിങ്ങളെ സൂക്ഷിക്കുന്ന പരിപാലകൻ. आप नीचे गिरकर नाश ना हो जाए, इस प्रकार आपकी सुरक्षा करने वाला परमेश्वर। ആ പരിപാലകന് ഈ രാവിലെ ഒരു ആരാധന കൊടുക്കാമോ? आज उस परमेश्वर को क्या सुबह के समय का आराधना दे सकते हो? അദ്ദേഹം ഉറങ്ങാതെ മയങ്ങാതെ നിന്റെ കാലടികളെ ശ്രദ്ധിക്കുന്ന കാര്യം, നിന്റെ കാൽ വഴുതി നീ തകർന്നും നശിച്ചു പോകാൻ ഈ പരിപാലകൻ സമ്മതിക്കുന്നില്ല. क्योंकि हमारा रक्षक वो सोते नहीं है, ऊँगते नहीं है, वो ध्यान पूर्वक हमारी ओर ध्यान लगाए हुए हैं ताकि हमारे पांव ठहरने ना पाए। അഞ്ചാമത്തെ വാക്യം പറയുന്നു, 5वां पद इस प्रकार कहता है, ഈ പരിപാലകൻ നിനക്ക് വലതുഭാഗത്ത് ഒരു തണലാണ്. देखो ये रक्षक जो है तेरे दाहिनी और तेरी आड़ है प्रियो। മരുഭൂമിക്ക് സമാനമായ ചൂടേറിയ അവസ്ഥകൾ, मरुस्थल के समान उस गर्माहट के अनुभव, ഒത്തിരി ഇലകളും ഒരുപാട് ശകരങ്ങളുമുള്ള ഒരു മരം ഒരു മനുഷ്യന് തണലായി മാറുന്നത് പോലെ, और एक बड़ी पेड़ जिसमें काफी शाखाएं हैं, पत्ते लगे हैं, हालेलुया, जिस प्रकार एक मनुष्य के लिए छाव देती है। പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നിറഞ്ഞ ഈ അലിയ ജീവിതത്തിൽ നിനക്ക് തണലായി മാറുന്ന ഒരു പരിപാലകൻ. प्रतिकूल और प्रतिकूल अनुभवों से भरे हुए इस दुनिया में ये परमेश्वर भी, ये रक्षक भी आपके लिए छाव बन जाता है। നിനക്ക് വേണ്ടി ഒരു വലതുഭാഗത്ത് തണലാണ് ഈ പരിപാലകൻ. आपके दाहिनी ओर ये परमेश्वर, आपके दाहिनी ओर एक आड़ है प्रियो।
വിശ്വാസത്തോടെ ദൈവമക്കൾ കർത്താവിനെ സ്തുതിച്ചേ. यस, विश्वास के साथ परमेश्वर के लोग परमेश्वर की स्तुति करे. കാര്യമുണ്ട്, സ്തുതിക്കാൻ പറയാൻ കാര്യമുണ്ട്. देखो, स्तुति करने के लिए भी एक वजह है प्रियो. പലരുടെയും ജീവിതത്തിന്റെ അകത്ത് വലിയ പ്രതിസന്ധികളിലൂടെ പലരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. अनेक लोगों के जीवन में लोग काफी मुश्किलों में से होकर गुजर रहे हैं. പക്ഷെ അത് രോഗത്തിന്റെ ആയിരിക്കാം. हो सकता है कि वो बीमारियों का होगा, അനവധി പ്രതിസന്ധികളിലൂടെ ജനം കടന്നു പോവുകയാണ്. या लोग अनेक प्रकार की मुश्किलों से होकर गुजर रहे हैं. പക്ഷെ ഇന്ന് ഈ രാവിലെ അല്ലെങ്കിൽ ഈ രാത്രി സമയത്ത് നിങ്ങളുടെ വീട്ടിൽ വന്ന് പരിശുദ്ധാത്മാവിൽ നിങ്ങളുടെ തലയിൽ കൈവച്ചൊരു ദൂത് പറയുന്ന പോലെ ഈ ദൂത് ഏറ്റെടുക്കണം. നിങ്ങൾക്കൊരു പരിപാലകനുണ്ട്. അത് നിങ്ങളുടെ വലതുഭാഗത്തോ നിങ്ങൾക്ക് തണലായി മാറിയിരിക്കുന്നു. मगर देखो, आज सुबह के समय या फिर आपके वहां रात होगी तो रात के समय परमेश्वर की आत्मा आपके पास आकर कहती है कि ये परमेश्वर जो है आपके दाहिनी और एक छाव होगा, एक आड़ होगी. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? इसलिए क्या होता है? പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കത്തില്ല. देखो, ना तो दिन को धूप से और रात को चांदनी से तेरी कुछ हानि होगी प्रियो. കാര്യം അല്ലിയ സൂര്യന്റെ ആഘാതം പോലെ, സൂര്യന്റെ ചൂട് പോലുള്ള പ്രശ്നങ്ങൾ അല്ലിയ പലരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. देखो, सूर्य की किरणों ने काफी लोगों के जीवन में काफी परेशानियों को उत्पन्न किया है. നമുക്കറിയാം, സൂര്യന്റെ ചൂടിനെ ഇവിടെ ഒരു ഉദാഹരണമായിട്ട് എടുത്തിരിക്കുക. और यहाँ पर सूर्य की किरणों को एक उदाहरण के तौर पर लिया गया है. യഹോവ നിനക്ക് പരിപാലകനാണെങ്കിൽ, यहोवा यदि तेरा रक्षक है, അത് നിനക്ക് തണലായി മാറിക്കഴിഞ്ഞു. देखो वो तेरे लिए एक छाव या एक आड़ बन चुका है. നിന്റെ കാല് വഴുതുവാൻ സമ്മതിക്കത്തില്ല. वो तेरे पावों को ढलने ना देगा. രണ്ട്, നിനക്ക് ഈ യഹോവ ഒരു തണലാണ്. दूसरा, ये परमेश्वर जो है आपके लिए एक आड़ है, एक छाव है. സൂര്യന് സമാനമായുള്ള പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ നിന്റെ ജീവിതത്തെ ബാധിക്കത്തില്ല. और अगला है हालेलुया, सूर्य के समान की प्रतिकूल अनुभव और विपत्तियां, परेशानी आपके जीवन को हानि नहीं पहुंचाएगी. ബാധിക്കാത്ത നിലയിൽ ദൈവം നിന്നെ പരിപാലിക്കാൻ പോകുന്നു. कोई हानि आपके जीवन में नहीं आने पाएगी. इस प्रकार परमेश्वर आपको सुरक्षा देगा. അത് മാത്രമല്ല, केवल उतना ही नहीं, രാത്രി ചന്ദ്രനെങ്കിലോ നിന്നെ ബാധിക്കത്തില്ല. और ना ही रात को चांदनी से तेरे जीवन में कुछ हानि होगी. ചന്ദ്രൻ, രാത്രിയിലെ വിഷയങ്ങളെ കുറിച്ച് നമുക്കറിയാം. ചിലർക്ക് പകലുകളില്ലാത്ത വിഷയങ്ങളാ രാത്രികൾ ആരംഭിക്കുന്നത്. और रात के समय के विषयों को भी हम जानते हैं प्रियो. कुछ लोगों के जीवन में सुबह जो परेशानी नहीं होती वो रात में शुरू हो जाती है. പകൽ യാതൊരു കുഴപ്പമില്ല. ചിലർക്ക് സന്ധ്യാസമയത്താണ് ശ്വാസം മുട്ടൽ ആരംഭിക്കുന്നത്. देखो, कुछ लोगों को दिन भर को बिल्कुल वो ठीक रहते हैं, मगर शाम होते ही उनको श्वास लेने में दिक्कत होने लगती है. രാത്രിയിലാണ് ചിലർക്ക് ആസ്മ പോലുള്ള അസാധാരണ രോഗങ്ങൾ ഇളകുന്നത്. देखो, रात के समय होता है जो आस्थमा जैसे हालेलुया महा बीमारियां उनके शरीर में काबू करने लगती हैं. നിന്നെ ബാധിക്കത്തില്ല. मगर परमेश्वर का वचन कहता है कि तुझे कोई हानि नहीं होगी, നിന്നെ ബാധിക്കത്തില്ല. तुझे वो नहीं छू पाएंगी, കാര്യം നിനക്കൊരു പരിപാലകനുണ്ട്. क्योंकि तेरे लिए एक रक्षक है प्रियो. ഈ രാത്രി, ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, आज सुबह मुझे सुनने वाले परमेश्वर के प्रियो, നിന്റെ പരിപാലകൻ നിന്നെ സഹായിക്കും. आपका रक्षक आपकी सुरक्षा करेगा. നിന്റെ പരിപാലകൻ നിന്റെ കാല് വഴുതാൻ സമ്മതിക്കത്തില്ല. आपका रक्षक आपके पैरों को ढलने नहीं देगा. നിന്റെ പരിപാലകൻ നിനക്ക് തണലാണ്. आपका रक्षक आपके लिए एक आड़ है, एक छाव है. സൂര്യൻ പോലുള്ള ചൂടേറിയ പ്രശ്നങ്ങൾ നിന്നെ ബാധിക്കത്തില്ല. और सूर्य समान विषय भी आपके जीवन में कोई हानि नहीं ला पाएगी. രാത്രിയിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളും നിന്നെ ബാധിക്കത്തില്ല. रात के कोई भी विषय आपके जीवन को हानि नहीं पहुंचा सकते, ബാധിക്കത്തില്ല. कुछ भी हानि नहीं पहुंचा सकते. അടുത്ത വാക്ക്, ഒരു യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. देखो, अगले पद में लिखा है कि यहोवा सारी विपत्ति से तेरी रक्षा करेगा. എന്റെ പരിപാലകൻ ഒരു ദോഷവും തട്ടാതെ നമ്മെ പരിപാലിക്കും, നമ്മുടെ കുടുംബത്തെ പരിപാലിക്കും. देखो, मेरा रक्षक मुझे और मेरे परिवार को हर एक विपत्तियों से बचाने वाला रक्षक है. ഇത് ദൂതം ഏറ്റെടുക്കാമോ നിങ്ങൾക്ക്? क्या आप लोग इस वाणी को, संदेश को स्वीकार कर सकते हो? ഉറങ്ങാത്ത മയങ്ങാത്ത പരിപാലകൻ നിങ്ങളോട് വന്ന് പറയുക, और कभी ना सोने वाला, कभी ना ऊँघने वाला रक्षक आपके पास आकर आपसे कहता है ദോഷം നിറഞ്ഞൊരു ഭൂമിയിലാണ് നീ ജീവിക്കുന്നത്. कि बुराई से भरे हुए एक दुनिया में, इस दुनिया में आप जी रहे हो. നോക്കിയാലും ദോഷം. देखो, जहां कहीं भी देखे विपत्तियां ही आप देख सकते हो. ഒരു ദോഷവും തട്ടാതെ വണ്ണം ദൈവം പരിപാലിക്കാൻ പോകുന്നു. मगर परमेश्वर का वचन कहता है कि कोई भी विपत्ति तेरे जीवन में नहीं आएगी, वो परमेश्वर तेरी रक्षा करेगा. ഒരു ദോഷം നിങ്ങളെ തട്ടത്തില്ല. कोई भी विपत्ति आपके जीवन में नहीं आएगी.
ഒരു ദോഷം നിങ്ങളുടെ കുടുംബത്തെ തട്ടത്തില്ല. कोई भी विपत्ति आपके परिवार में नहीं आएगी। നിങ്ങളെ പരിപാലിക്കാൻ പോകുകയാണ്. आपकी रक्षा वो करेगा। അടുത്ത വാക്യം, നിന്റെ പ്രാണനെ അവൻ പരിപാലിക്കും. देखो अगले पद में लिखा है कि तेरी प्राण की वो रक्षा करेगा। ഭൂമിയിലുള്ള എല്ലാ രാജ്യങ്ങളിലും ഭയങ്കര ദോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. और हम जानते हैं इस धरती में हर एक राष्ट्रों में काफी विपत्तियां चल रही है। കൊറോണ വൈറസ് മൂലമുള്ള എല്ലാ ദോഷങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. कोरोना वायरस की सारी विपत्तियां लोग सह रहे हैं, പക്ഷെ വചനം പറയുന്നു, मगर परमेश्वर का वचन कहता है പരിപാലകൻ ഉള്ളത് കൊണ്ട് അത് നിന്നെ തട്ടത്തില്ല, നിന്റെ കുടുംബത്തെ തട്ടത്തില്ല. നീ വിശ്വസിക്കാൻ പറ്റുമുണ്ടോ? देखो हालेलुया, ये रक्षक हमारे लिए जीवित है, इसलिए कोई विपत्ति तुझे और तेरे परिवार को नहीं छू पाएगी। कितने लोग विश्वास कर सकते हैं? അടുത്ത വാക്യം പറയുന്നു, അത് നിന്റെ പ്രാണനെ പരിപാലിക്കും. പരിപാലിക്കും. अगले पद में वचन कहता है कि वो तेरे प्राण की रक्षा करेगा। ഒത്തിരി പേരെ തകർത്ത പ്രശ്നമായിരിക്കാം, ഒത്തിരി പേരെ തകർത്ത് കളഞ്ഞ പ്രതികൂലമായിരിക്കാം, പക്ഷെ നിങ്ങളുടെ പ്രാണനെ അതിനെടുക്കാൻ പറ്റത്തില്ല. നിന്റെ പ്രാണനെ പരിപാലിക്കുന്ന ഒരു പരിപാലകനുണ്ട്. हो सकता है कि इस विपत्ति ने अनेक लोगों का प्राण ले लिया हो, चुरा लिया हो, नाश कर दिया हो, मगर आपके और आपके परिवार के प्राण को वो सुरक्षित रखेगा। വാക്യം, യഹോവ ഇന്നു മുതൽ എന്നേക്കും നിങ്ങളുടെ ഗമനത്തെയും ആഗമനത്തെയും പരിപാലിക്കും, സ്ഥിരമാക്കും. और 8वें पद में इस प्रकार लिखा है कि यहोवा तेरे आने जाने में तेरी रक्षा अब से लेकर सदा तक करता रहेगा। ഹല്ലേലൂയ. നിങ്ങളുടെ ഗമനത്തെയും ആഗമനത്തെയും പരിപാലിക്കുന്ന ഒരു പരിപാലകൻ. देखो आपके जाने आने में आपकी सहायता करने वाला एक रक्षक। വിശ്വാസത്തോടെ ആമേൻ പറ. विश्वास के साथ आमीन बोले। വാക്കൊരു ദൂതായിട്ട് എടുത്തട്ടെ, ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. इन वचनों को आप एक वाणी के समान, एक भविष्यवाणी के समान स्वीकार करें कि आज से लेकर वो आपकी रक्षा करेगा। ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. आज से लेकर हमेशा तक, सदा तक वो करता रहेगा। കഴിഞ്ഞ വർഷങ്ങൾ അനുഭവിക്കാത്ത പരിപാലനങ്ങൾ ഇന്നു മുതൽ നിങ്ങൾ അനുഭവിക്കും. पिछले सालों में जो हालेलुया रक्षा आपने अनुभव नहीं किया हो, मगर इस साल हालेलुया इस समय से आप अनुभव करने जा रहे हो। കഴിഞ്ഞുപോയ മാസങ്ങൾ നിങ്ങൾ അനുഭവിക്കാത്ത പരിപാലനങ്ങൾ, പരിപാലനത്തിലെ അനുഗ്രഹങ്ങൾ ഇന്നു മുതൽ നിങ്ങൾ അനുഭവിക്കും. पिछले महीनों में जो रक्षा परमेश्वर से आपने अनुभव नहीं किया हो, मगर आज से लेकर हमेशा तक, सदा तक आप उसका अनुभव करोगे। ഇന്നെന്ന് പറയുന്ന വാക്കിന് ഒത്തിരി അർത്ഥമുണ്ടല്ലോ ബൈബിളിൽ. आज जो शब्द है उसका काफी महत्व है प्रियो। നിങ്ങൾ നാമേ പറയണം. आमीन बोलेंगे आप सब लोग। മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുകയാണ്. मूसा ने जिस प्रकार इसराइलियों से कहा, मैं आप लोगों से भी कहने जा रहा हूं। ഇന്ന് യഹോവ നിങ്ങൾക്ക് ചെയ്യാനുള്ള രക്ഷ നിങ്ങൾ കണ്ടുകൊള്ളുവിൻ. और मूसा ने इस प्रकार कहा कि आज आपके लिए परमेश्वर जो चमत्कार, अद्भुत छुटकारा देने जा रहा है, उसको आप देख लें। ഇന്ന് ചില വ്യക്തികൾക്ക് വേണ്ടി, ഇന്ന് ചില കുടുംബങ്ങൾക്ക് വേണ്ടി യഹോവ ചെയ്യുന്ന രക്ഷ നിങ്ങൾ കാണണം. देखो आज कुछ परिवारों के लिए, कुछ व्यक्तियों के लिए परमेश्वर जो रक्षा देने जा रहा है, उसको आप लोग देखें। യഹോവ യോശുവയോട് പറഞ്ഞു, परमेश्वर ने यहोशू से कहा, ഇസ്രായേലിന്റെ നടുവിൽ ഇന്നു മുതൽ ഞാൻ നിന്നെ വലിയതാക്കി തുടങ്ങും. इसराइलियों में आज से लेकर मैं तुझे बढ़ाता जाऊंगा, ऊंचा करता जाऊंगा। ഇന്നു മുതൽ ദേശത്ത്, ഇന്നു മുതൽ അല്ലിയ രാജ്യത്ത് നിന്നെയും നിന്റെ കുടുംബത്തെയും വലുതാക്കുന്ന ദൈവ സാന്നിധ്യം വെളിപ്പെടാൻ പോകുകയാണ്. देखो आज से लेकर आपको और आपके परिवार को आपके देश में बढ़ाने वाले परमेश्वर की उपस्थिति आज आपके ऊपर आ रही है। ഇന്നലെ കാണാത്ത ദൈവപ്രവൃത്തികൾ ഇന്ന് നീ കാണാൻ പോകുന്നു. कल तक जो चमत्कार आपने नहीं देखे थे, आज से आप वो देखने जा रहे हो। വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം നമുക്ക്. विश्वास के साथ प्रार्थना करें। ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങൾക്ക് ഒരു പരിപാലകനുണ്ട്. आप लोग विश्वास करें कि आपका एक रक्षक है प्रियो। കമോൺ എല്ലാ വലതുകരങ്ങൾ ഉയർത്തിയാട്ടെ, എല്ലാ വലതുകരങ്ങൾ ഉയർത്തിയാട്ടെ, सब लोग अपने दाहिने हाथ को उठा सकते हैं। എല്ലാ വലതുകരങ്ങൾ ഉയർത്തിയാട്ടെ. सब लोग अपने दाहिने हाथ को ऊंचा उठाएं അവർ നിങ്ങളുടെ തലയിലേക്ക് കൈകൾ എടുത്തൊന്നു വെച്ച്, और अपने दाहिने हाथ को अपने सर पर रखे എനിക്ക് ഒരു പരിപാലകനുണ്ട്. और बोले कि मेरा एक रक्षक है, എന്റെ കുടുംബത്തിന് ഒരു പരിപാലകനുണ്ട്. मेरे परिवार का एक रक्षक है। ആ പരിപാലകൻ എന്നെ സഹായിക്കും. वो रक्षक मेरी सहायता करेंगे। ആ പരിപാലകൻ ഞങ്ങളുടെ കാൽ വഴുതുവാൻ സമ്മതിക്കത്തില്ല. वो रक्षक हमारे पांवों को ठलने नहीं देगा। ആ പരിപാലകൻ ഞങ്ങൾക്ക് തണലാണ്. वो रक्षक हमारे लिए ढाल है, छाव है। അതുകൊണ്ട് ഒരു വിഷയവും ഞങ്ങളെ ബാധിക്കത്തില്ല. इसलिए कोई भी हानि हमारे जीवन में नहीं आएगी। ഞങ്ങൾക്ക് ഒരു ദോഷവും തട്ടത്തില്ല. यह सब लोग मिलकर बोले कि कोई हानि हमारे जीवन में नहीं आएगी। നമ്മുടെ പ്രാണൻ അപകടത്തിൽ പെടത്തില്ല. പ്രാണനെ പരിപാലകൻ പരിപാലിക്കും. हमारे प्राण हालेलुया विपत्ति में नहीं पड़ेंगे, क्योंकि वो हमारी प्राणों की रक्षा करता है। ഇന്നു മുതൽ എന്നേക്കും ഞങ്ങളുടെ ഗമനാഗമനങ്ങളെ പരിപാലിക്കും. ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും.
और आज से लेकर हमेशा तक हमारे आने जाने में हमारी रक्षा करेगा वो। എങ്കിലും പരിപാലകൻ ഒരു സ്തുതി കൊടുത്താട്ടെ. यह सब लोग मिलकर उस रक्षक को, परमेश्वर को धन्यवाद दे प्रियो। ഒന്ന് സ്തുതി കൊടുത്തട്ടെ. ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഓൺലൈനിൽ ദൈവത്തെ സ്തുതിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. मैंने आपको पहले भी बताया है कि ऑनलाइन में कैसे हम परमेश्वर की स्तुति कर सकते हैं। ചേർന്ന് പരിപാലകനെ ഒന്ന് സ്തുതിച്ചാട്ടെ. सब लोग मिलकर उस रक्षक की स्तुति करें प्रियो। എല്ലാവരും ചേർന്ന് ആ പരിപാലകനെ സ്തുതി. सब लोग मिलकर उस रक्षक की स्तुति करते रहें। നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു പരിപാലകൻ ഇന്ന് ഈ സമയത്ത് ഇറങ്ങി വരുന്നത് ഞാൻ കാണുന്നു. आपके व्यक्तिगत जीवन में ये रक्षक आपके लिए उतरते हुए आते हुए मैं देख रहा हूँ। കുടുംബത്തിലെ പരിപാലകൻ ഇറങ്ങി വരികയാണ്. और आपके परिवार में वो उतर कर आ रहे हैं। सब लोग मिलकर उस परमेश्वर की स्तुति करें। ഒരു പരിപാലകൻ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുന്നു. एक रक्षक आपके लिए आपके परिवार में उतर कर आया हुआ है। ആ പരിപാലകൻ ഇറങ്ങി നിൽക്കുകയാണ്. वो रक्षक आपके लिए, आपकी सहायता के लिए उतर कर आया हुआ है। പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. परमेश्वर की आत्मा आपके बच्चों को हम समर्पित करते हैं। സഹായിക്കുന്ന പരിപാലകന് ഞങ്ങൾ നന്ദി പറയുന്നു. सहायता करने वाले उस रक्षक के लिए हम आपका धन्यवाद करते हैं। തണലായി മാറിയ ഉറങ്ങാത്ത മയങ്ങാത്ത പരിപാലകനെ ഞങ്ങൾ സ്തുതിക്കുന്നു. परमेश्वर हमारे लिए एक आड़ बने हुए, हालेलुया, कभी ना सोने वाले, कभी ना ऊँगने वाले उस रक्षक के लिए हम धन्यवाद करते हैं। യേശുവിന്റെ നാമത്തിൽ കർത്താവെ ഒരു ദോഷവും തട്ടാതെ ഞങ്ങളുടെ പ്രാണനെ പരിപാലിക്കുന്ന പരിപാലകനോട് നന്ദി പറയുന്നു. ഈ നിമിഷം यीशु के नाम में कोई हानि हमारे जीवन में ना आते हुए हर एक विपत्तियों से बचाने वाले परमेश्वर को, उस रक्षक को हम धन्यवाद देते हैं। കർത്താവിന്റെ മഹത്വം നടക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. परमेश्वर की महिमा उतर रही है, उसके लिए हम धन्यवाद करते हैं। കർത്താവേ ഇന്ന് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന परमेश्वर आज इस प्रार्थना सभा में जुड़े हुए ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. दुनिया के विभिन्न भागों से जुड़े हुए आपके बच्चों के लिए हम प्रार्थना करते हैं। വിശ്വാസത്തോടെ ഞങ്ങളുടെ മക്കളുടെ തലയിൽ കൈവച്ച് ഞാൻ ആത്മാവിൽ പ്രവചിക്കുക. परमेश्वर विश्वास के साथ आपके बच्चों के सर पर हाथ रखते हुए मैं भविष्यवाणी करता हूँ। ഇന്നു മുതൽ ഒരു ദൈവ പ്രവൃത്തി ഇവരിൽ തുടങ്ങാൻ പോകുകയാണല്ലോ. परमेश्वर आज से लेकर इन लोगों के जीवन में परमेश्वर का एक अद्भुत काम शुरू होने जा रहा है। ഇന്ന് വരെ ഇവർ കാണാത്ത രക്ഷ ഇന്ന് ഇവരെ കാണാൻ പോകുകയാണല്ലോ. आज तक इन्होंने जो उद्धार नहीं देखा है, जो रक्षा नहीं देखा है, वो अब से वो देखने जा रहे हैं। യോശുവയുടെ ദൈവം പറഞ്ഞതുപോലെ ഇന്നു മുതൽ ഇസ്രായേലിന്റെ നടുവിൽ ഞാൻ നിന്നെ വലുതാക്കി തുടങ്ങുമെന്ന് പറഞ്ഞതുപോലെ जिस प्रकार यहोशू से आपने कहा कि आज से लेकर इसराइलियों के बीच में मैं तुझे ऊंचा करूंगा। ഈ കുടുംബക്കാരുടെയിൽ നാട്ടുകാരുടെയിൽ ഈ ജനത്തെ അങ്ങ് വലുതാക്കി തുടങ്ങുന്ന കൃപയ്ക്കായി സ്തോത്രം. परमेश्वर इनके रिश्तेदारों में, इनके घर वालों के बीच में आप इनको बढ़ाने जा रहे हैं, उसके लिए हम धन्यवाद करते हैं। യേശുവിന്റെ നാമത്തിൽ ഇവരെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു ഫാദർ. यीशु के नाम में हम इनको आशीषित करते हैं पिता। എല്ലാ മഹത്വം അവിടെ നിൽക്കണമേ. सारी महिमा परमेश्वर आप ही को मिले। പരിപാലകന്റെ വലിയ വിടുതലുകൾക്ക് നന്ദി. उस अच्छे रक्षक के छुटकारे के लिए हम धन्यवाद करते हैं യേശുവിന്റെ നാമത്തിൽ തന്നെ. यीशु के नाम में ആമേൻ. आमेन आमेन आमेन।